കഴിച്ചു കഴിഞ്ഞപ്പോൾ ലണ്ടൻ ലൈറ്റ്സ് കാണാൻ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഓക്സ്ഫോർഡ് സർക്കസിലെത്തി. ഏകദേശം 4 മണിയോളമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. ജനസാഗരമായിരുന്നു അവിടെ. നിന്ന് തീരാൻ സ്ഥലമില്ല. അതുപോലെ ആൾക്കാർ, നല്ല തിരക്ക്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പതുക്കെയായിരുന്നു നടന്നത്. സ്ട്രീറ്റ് മുഴുവനും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ വളരെ ഭംഗി. ലണ്ടൻ ലൈറ്റ്സ് കാണുന്നതിൻ്റെ ത്രില്ലായിരുന്നു എല്ലാവരും. നടന്ന് ഞങ്ങൾ പിക്കാഡലി സർക്കസിലെത്തി. ഇതാണ് പിക്കാഡലി സർക്കസിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. കോവൻട്രിക്കുള്ള ബസ് ഓൾറെഡി ഞങ്ങൾ രാത്രി 9:30 ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആപ്പിൾ മാർക്കറ്റും അതിനുള്ള ലൈറ്റിങ്സും ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ചൈന ടൗണിലേക്ക് നടന്നു. ചൈന ടൗൺ എന്ന് പറയുന്നത് ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ചൈനക്കാരുടെ ഏരിയ തന്നെ. കൂടുതലും ഫുഡ് ഷോപ്പും ബേക്കറി ഐറ്റംസും ഒക്കെ തന്നെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നപ്പോൾ കുറേ ആൾക്കാർ ഒരു ക്രിസ്മസ് പാട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. കാണാൻ വളരെ രസമുണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞ് നല്ലൊരു സ്ഥലമുണ്ട് കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഔട്ടർനേറ്റ് ലണ്ടനിലെത്തി. നല്ലൊരു 3D എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിട്ടുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ പറയാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ട്യൂബ് പിടിച്ച് വിക്ടോറിയ സ്റ്റേഷനിലെത്തി. വിക്ടോറിയ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും ബസ് പോകാൻ സമയമുണ്ടായിരുന്നു. നല്ല യാത്രാക്ഷീണം ഉള്ളത് കൊണ്ട് ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഉറക്കം പിടിച്ചു.